കയ്യിൽ എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, അതുകൊണ്ട് സ്നേഹം വാങ്ങാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലേ? പക്ഷെ ഉണ്ടല്ലോ, അവരൊക്കെ പറയാൻ മറന്നു പോകുന്ന ഒരു മെയിൻ കാര്യമുണ്ട്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ബഹുമാനം വിലക്ക് വാങ്ങാൻ പറ്റും എന്ന കാര്യം. നിങ്ങൾ ചുറ്റും ആരും അതിക്രമിച്ച് കയറാത്ത രീതിയിൽ ബൗണ്ടറികൾ സെറ്റ് ചെയ്യാൻ പൈസ ഉണ്ടെങ്കിൽ പറ്റും. നാളെ ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യുമെന്നൊരു പേടിയില്ലാതെ ആരുടെയും മുഖത്ത് നോക്കി പോയി പണി നോക്കാൻ പറയാനുള്ള ആ ഒരു ധൈര്യം തരുന്നത് കയ്യിലുള്ള പണം തന്നെയാണ്. കാരണം ഫ്രണ്ട്സ്, നമ്മൾ കാശിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടി ജീവിക്കുമ്പോൾ നമ്മളവിടെ മിണ്ടാതിരിക്കുന്നത് നമ്മുടെ വലിയ മനസ്സുകൊണ്ടൊന്നല്ല, നിവൃത്തികേടുകൊണ്ടാണ്. ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാത്രം മിണ്ടാതിരിക്കാനും നമ്മൾ നിർബന്ധരാകുന്നതാണ്. അതിനൊരിക്കലും നിങ്ങളുടെ മനക്കരുത്തെന്ന് വിളിക്കാൻ പറ്റില്ല. അത് വെറും ജീവൻ നിലനിർത്താനുള്ള ഒരു പെടാപ്പാടാണ്, സർവൈവലാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ പോകുന്നത് സ്വന്തമായി പണം ഉണ്ടാകേണ്ടതിൻ്റെ അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടതിൻ്റെ ആ ഒരു കൈപ്പേറിയ സത്യത്തെക്കുറിച്ചാണ്. നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കാത്തു സൂക്ഷിക്കാൻ കയ്യിൽ പണം ഉണ്ടാകുന്നതിനേക്കാൾ വലിയൊരു മാസ് വേറൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എത്ര മണ്ടത്തരമായിരുന്നെന്ന് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തുടങ്ങല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും, കുടുംബത്തിൽ നിന്നാകാം അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ നിന്നാവാം, അവസാനമായിട്ട് എപ്പോഴാണ് നിങ്ങൾക്കൊരു വില കിട്ടിയതായി തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വില കിട്ടിയതായി തോന്നിയിട്ടുള്ളതും? അവർ നിങ്ങളെ സഹിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങളെ കൂടെ കൂട്ടിയതോ അല്ല, നിങ്ങൾ എന്ന വ്യക്തിയെ അവർ പരിഗണിച്ചായി തോന്നിയിട്ടുള്ളതും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് തെറ്റായ ആളുകളുടെ കൂടെ തെറ്റായ ചുറ്റുപാടുകളിലാണ്. കയ്യിൽ ചില്ലി കാശില്ലാതെ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? മറ്റുള്ളവർ നിങ്ങളൊരു വിശ്വസിക്കാൻ കൊള്ളാത്തവൻ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവനായിട്ട് അങ്ങ് ബ്രാൻഡ് ചെയ്യും. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും തള്ളാണെന്ന് പറഞ്ഞ് അവർ ഇഗ്നോർ ചെയ്യും. നിങ്ങളുടെ ബൗണ്ടറികളൊക്കെ അവർ വെറും കോമഡി ആയിട്ട് അങ്ങ് തള്ളിക്കളയും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് നടന്നില്ലെന്ന് വിചാരിക്കാം. പക്ഷെ അവിടെ നിങ്ങൾ ആർക്കും കാണാൻ പറ്റാത്ത ഒരു ഇൻവിസിബിൾ വ്യക്തിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഐഡിയ പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുമ്പോൾ മറ്റുള്ളവർ അതിനിടയ്ക്ക് കയറി സംസാരിച്ച് നിങ്ങളുടെ വായടപ്പിക്കും. അവിടെ നിങ്ങളുടെ ശബ്ദത്തിന് ഒരു പൈസയുടെ വില ഉണ്ടായില്ല. ഇത് ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നോ? നിങ്ങളുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് നിങ്ങളൊന്ന് സ്വയം വിചാരിക്കാൻ തുടങ്ങും. പക്ഷെ സത്യം അതല്ല. അത് ആ ബന്ധത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ കളിയാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിലെ കാശിൻ്റെ അവസ്ഥ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്ന് മാറുമ്പോഴേക്കുണ്ടല്ലോ ചുറ്റുമുള്ളവരുടെ പെരുമാറ്റം മൊത്തമായിട്ട് അങ്ങ് മാറി മറിയും. ആളുകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ കേൾക്കാൻ തുടങ്ങും. നിങ്ങളുടെ തീരുമാനങ്ങളെ അവർ ബഹുമാനിക്കാൻ തുടങ്ങും. നിങ്ങളെ തിരുത്താനും ഫ്രീ ആയിട്ട് ഉപദേശം തരാനും വരുന്ന പരിപാടി അവരങ്ങ് നിർത്തും. ഇനി നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ചില റിലേഷൻഷിപ്പുകളെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആളുകളും ഇത്തരം മോശം സാഹചര്യങ്ങളിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അവരവിടെ നിൽക്കാൻ നിർബന്ധരാകുകയാണ്. കാരണം അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പോലും അവരുടെ സാമ്പത്തിക സ്ഥിതി സമ്മതിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതി അറിയാവുന്നതുകൊണ്ടാണ്. നമ്മളങ്ങനെ ഒരു കെണിപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക മാറ്റം സംഭവിക്കും. നമ്മളവിടെ മിണ്ടാതിരിക്കുന്നത് നമ്മുടെ വലിയ മനസ്സുകൊണ്ടൊന്നല്ല, ജീവിച്ചു പോകാണ്ട് ഒരു പെടാപ്പാട്, സർവൈവൽ മെക്കാനിസം കൊണ്ടാണ്. നിങ്ങൾ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? പ്രതികരിച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള കൂടി നഷ്ടപ്പെടുമെന്ന പേടി കൊണ്ടാണ്. സ്വന്തമായിട്ട് രക്ഷപ്പെടൽ പ്ലാൻ അല്ലെങ്കിൽ എക്സിറ്റ് സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവരുടെ പുച്ഛവും അവഗണനയും ഒക്കെ നിങ്ങൾ സഹിക്കുന്നത്. വേറെ ആരാണെങ്കിലും നിങ്ങൾ ഒരൊറ്റ സെക്കൻഡ് പോലും അംഗീകരിക്കാത്ത പല മോശം പെരുമാറ്റങ്ങളും നിങ്ങളവിടെ സഹിക്കുന്നത് നിങ്ങൾ സാമ്പത്തികമായി മറ്റൊരാളെ അത്രയധികം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഈ ഒരു അവസ്ഥ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ പതിയെ തിന്നു തീർക്കും. ദിവസങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് അത് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കും. അവസാനം കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ വരും. പക്ഷേ കയ്യിലോട്ട് സ്വന്തമായിട്ട് പണം വരാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അവിടെ നിന്ന് നിങ്ങളുടെ ലൈഫിലെ സീന് മൊത്തമായിട്ട് അങ്ങ് മാറും. പിന്നീട് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ഗതികൾ ഉണ്ടാവില്ല, നിങ്ങളുടെ സ്വന്തം ചോയ്സ് ആയിരിക്കും. നിങ്ങളുടെ ബൗണ്ടറികൾക്ക് അവിടെ വിലയുണ്ടാകും. നിങ്ങൾക്ക് ജീവിക്കാനും മറ്റാരുടെയും കാത്തു നിൽക്കുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും അവിടെ വലിയ വെയിറ്റ് വരും. ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടുന്നത് മറ്റൊരാളെ അന്ധമായ ആവശ്യമുള്ളവർക്കല്ല, പകരം തനിക്ക് തോന്നുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ധൈര്യമുള്ള ആളുകൾക്കാണ്. വിരോധാഭാസം തോന്നാമെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ എത്രത്തോളം ആശ്രയിക്കാതിരിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കും. ഇതൊരു യാദൃശ്ചികത ഒന്നല്ല കേട്ടോ, ഇതാണ് പക്ക ഹ്യൂമൻ സൈക്കോളജി. ഞാൻ നിങ്ങളോട് വളരെ ഡയറക്റ്റായിട്ടൊരു കാര്യം ചെയ്യട്ടെ. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ആ ഒരു സാഹചര്യം, അത് ചിലപ്പം ഒരു റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ജോബാവാം, അല്ലെങ്കിൽ ഫാമിലി ആവാം. അവിടെ നിങ്ങൾ തുടരുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ, അതോ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നിർബന്ധനായി അവിടെ നിൽക്കുകയാണോ? സത്യം പറയാം ഫ്രണ്ട്സ്, അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളവിടെ കടിച്ചു വീങ്ങി കിടക്കുന്നത്. ഉത്തരം അതേന്നാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കിട്ടുന്ന ബഹുമാനം ഉണ്ടല്ലോ, അത് വെറും കണ്ടീഷനിലാണ്. അതായത് നിങ്ങൾ അവർക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവരെ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ ബഹുമാനം ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോൾ സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങുന്നുവോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആകുന്നുവോ അന്ന് മുതൽ അവിടുത്തെ കളി മൊത്തമായിട്ട് മാറും. അത് അവർ പെട്ടെന്ന് നല്ല മനസ്സിലായതുകൊണ്ടല്ല കേട്ടോ, പകരം അവരുടെ ഇഷ്ടത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാവയല്ലാതായി നിങ്ങൾ മാറി എന്നവരുടെ തലച്ചോറിന് മനസ്സിലാവുന്നതുകൊണ്ടാണ്. ആരും നിങ്ങളോട് പറയാത്തൊരു സത്യം ഞാൻ പറഞ്ഞു തരട്ടെ.
നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു മാസ് പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. കാരണം നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് ആദ്യത്തെ അടി വെക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വേറെ ഒരു ലെവൽ പവർ സിഗ്നൽ ആയിരിക്കും. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാറും, നിങ്ങൾ സംസാരിക്കുന്ന ശബ്ദത്തിൻ്റെ ടോണ് മാറും, ചുറ്റുമുള്ളവർ അത് കൃത്യമായി തിരിച്ചറിയുകയും ചെയ്യും. അതോടെ ഇതിലെന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കും. ഒന്നുകിൽ അവർ നിങ്ങൾ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ലെവലുള്ള ഒരാളായി കണ്ട് ബഹുമാനിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ അവരുടെ അധികാരം നടക്കില്ലെന്ന് മനസ്സിലാക്കി അവർ പതിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഇതിലേത് സംഭവിച്ചാലും അത് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പഴയ ചിന്തകളൊക്കെ മാറ്റി വയ്ക്കുക. വെറും സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു വസ്തുവായിട്ട് മാത്രം ഇനി കാശിനെ കാണരുത്. പകരം കാശ് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങളുടെ വില നിശ്ചയിക്കുന്ന ഒരു റെസ്പെക്ട് കറൻസിയാണ് ചിന്തിച്ചു തുടങ്ങുക. പണം എന്ന് പറഞ്ഞാൽ ഒരു ആഡംബരമല്ല, അത് നിങ്ങളുടെ ഫ്രീഡമാണ്. സ്വന്തം തീരുമാനം എടുക്കാനുള്ള നിങ്ങളുടെ പവറാണ്. നാളെ ജീവിക്കാൻ എന്തെന്ന് പേടിയില്ലാതെ ആരുടെയും മുഖത്ത് നോക്കി പോയി പണി നോക്കാൻ പറയാനുള്ള കട്ട ധൈര്യമാണത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളുടെ വില എപ്പോഴും ഒന്ന് തന്നെയാണ്. ഈ നിമിഷം നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വലിയൊരു വിലയുണ്ട്. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ബഹുമാനം ഉണ്ടല്ലോ, അതെപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഓപ്ഷനുകൾ ഉണ്ട് എന്ന് ആളുകൾ ചിന്തിക്കുന്നതിനെ ആശ്രയിച്ചാണ് ആ ബഹുമാനം ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശില്ലാത്തപ്പോൾ നിങ്ങൾ എങ്ങും പോകാൻ വഴിയില്ലാതെ അവിടെ ടോട്ടൽ ലോക്കായി കിടക്കുകയാണെന്നും നിങ്ങൾ അന്ധമായ ആവശ്യമുണ്ടെന്നും മറ്റുള്ളവർ വിചാരിക്കും. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ടെങ്കിലോ പെട്ടെന്ന് തന്നെ സീനൊക്കെ നിങ്ങളുടെ കൺട്രോളിലാകും. സാഹചര്യങ്ങൾക്ക് മുന്നിൽ തല കുനിക്കുന്നതിന് പകരം സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പക്കായിട്ട് പറ്റും. അതുകൊണ്ടാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് സ്വയം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കെയറിംഗ് ആണെന്ന് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് അത്യാഗ്രഹമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ കാശിനോട് ഭ്രാന്തമായ ആർത്തിയുള്ളതുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ. പകരം മറ്റുള്ളവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു കയറില്ലേ, അത് മുറിച്ചു മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്നതുകൊണ്ടാണ്. അത് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ശബ്ദവും നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ അന്തസ്സും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങൾ എത്രത്തോളം നല്ലവരാണെന്ന് നോക്കിയല്ല ഈ ലോകം നിങ്ങൾക്ക് ബഹുമാനം തരുന്നത്. പകരം ജീവിക്കാൻ മറ്റാരുടെയും കാരുണ്യം ആവശ്യമല്ലെന്ന് ഉറപ്പിച്ചു പറയുന്നതിന് മുന്നിൽ മാത്രമേ ഈ ലോകം എപ്പോഴും തലവനിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നറിയോ? പ്രധാനമായും 3 കിടിലൻ കാര്യങ്ങളാണ് അവിടെ അപ്പം മാറി മറിയുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കൂടും. മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് അവിടെ അംഗീകാരത്തിന് വേണ്ടി നിങ്ങൾ ഇനി കെഞ്ചേണ്ടി വരില്ല. സ്വന്തം നിലപാടുകളിൽ നിന്ന് നിങ്ങൾ പക്ക ഉറച്ചു നിൽക്കാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർ നിങ്ങളുടെ പെരുമാറുന്ന രീതി പടയങ്ങ് മാറും. നിങ്ങൾ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കും. അവർ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിനെ ബഹുമാനിക്കാനും നിങ്ങളുടെ തീരുമാനങ്ങളെ മാനിക്കാനും തുടങ്ങും. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ലൈഫിൽ ആര് നിൽക്കണം ആര് പോകണമെന്ന് തീരുമാനിക്കാനുള്ള റിയൽ പവർ ഒടുവിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർ നിങ്ങളുടെ പുതിയ മാറ്റങ്ങളുമായി പൊരുത്തപ്പെട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കും. എന്നാൽ നിങ്ങളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളുടെ കൂടിയ സ്വാർത്ഥന്മാരുണ്ടല്ലോ, അവർ പതിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തനിയെ അങ്ങ് ഒഴിഞ്ഞു പോകും. അങ്ങനെ സംഭവിക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണ് കേട്ടോ. സത്യത്തിൽ അത് തന്നെയാണ് നമ്മുടെ മെയിൻ ലക്ഷ്യവും. കാരണം നല്ലൊരു ബന്ധം എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളെ അന്ധമായി ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല. ആ സ്വന്തമായി നിലപാടുകളുള്ള 2 സൂപ്പർ വ്യക്തികൾ തമ്മിലുള്ളതാണ്. നിങ്ങൾ സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങുമ്പോൾ വേറെ ലെവൽ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തനിയെ ആകർഷിക്കപ്പെടും. ഒപ്പം തെറ്റായ ആളുകൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഈ ഒരു നിമിഷത്തിലാണ് നിങ്ങളുടെ ലൈഫ് ശരിക്കും മാറി മറിയാൻ പോകുന്നത്. നിങ്ങളുടെ ചിന്തകളെ മൊത്തം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സത്യം പറയട്ടെ. മറ്റുള്ളവർ നമ്മളോട് ദയ കാണിക്കുന്ന പ്രതീക്ഷയിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടിക്കരുത്. പകരം സ്വന്തം കാലിൽ നിൽക്കുന്ന ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ അടിത്തറയിൽ വേണം നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് മറ്റു വഴികളും ഓപ്ഷനുകളും ഉണ്ടെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ആ ഒരു ബഹുമാനം ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു വില വേറെ ഒന്നിനുമില്ല. ഇനി പറഞ്ഞേ, കയ്യിലെ കാശിൻ്റെ അവസ്ഥ മാറുന്നതനുസരിച്ച് റിലേഷൻഷിപ്പുകളിലെ പെരുമാറ്റം മാറി മറിയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർ നിങ്ങളെ ശരിക്കും ബഹുമാനിക്കുന്നതും വെറുതെ സഹിച്ചു നിർത്തുന്നതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കഥ പങ്കുവയ്ക്കുക. കാരണം നിങ്ങളുടെ ഒരു കമൻറ്റ് വായിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മറ്റൊരാൾക്ക് അവരുടെ ജീവിതത്തിൽ തെറ്റായ സാഹചര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുമെങ്കിൽ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇവിടെ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായി വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.